महाकायं तप्तकाञ्चन सन्निभम् लम्बोदरं विशालाक्षं वन्देऽहं गणनायकं वन्देऽहं गणनायकम्
ചില്ലിക്കൊമ്പിൻ തുമ്പിലൊരു പച്ചിലക്കൂട്ടിൽ വല്ലാത്ത ചിരി കേട്ടൊരു കാട്ടാളനെത്തി എടുത്തു തൊടുത്തു കൂരമ്പ് ആ മലർവാടിയാകെ പരിച്ചു നിന്നു കില്ലടി കൊളുന്തുകൾ നുള്ളടി തളിരുകൾ തത്തിത്തും താളത്തിൽ പാടടി തെയ്യാരം തെയ്യാരം തത്തിത്തും താളത്തിൽ പാടടി തെയ്യാരം 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 ഇന്നലെ വന്നു. നിനക്ക് 100 വയസ്സാ. ഞാനിപ്പോ നിന്നെ ആലോചിച്ചോണ്ട് വരികയായിരുന്നു. നിന്നാണ് സത്യം. കുറച്ചു മുമ്പ് ആ ഗന്ധർവൻ മലയുടെ താഴ്വരയിൽ നീ നാണിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. ഞാനോ? ആ, നീ മാത്രല്ല, നിന്റെ അടുത്ത് നിന്നെയും പഞ്ചാര അടിച്ചോണ്ടിരിക്കുന്ന ഒരു സുന്ദര കുട്ടപ്പനെയും കണ്ടു. പിന്നെന്തൊക്കെ കണ്ടു? എന്തിനാ മോളെ എന്നെ ഒളിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? രോഗം മനസ്സിലായി. ഞാൻ ആരെങ്കിലുമായിട്ട് റൊമാൻസിലാണോന്നറിയണം. അത്രയല്ലുള്ളൂ. നീ റൊമാൻസിലാണെന്നുള്ള കാര്യം തീർച്ചയാണ്. എടി പെണ്ണെ, വിവാഹത്തിന് മുൻപുള്ള റൊമാൻസ് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡുമായി റൊമാൻസിൽ ഏർപ്പെടുക, അതാണ് എന്റെ പോളിസി. പിന്നെന്തിനാ ജുബാക്കാരൻ നിന്റെ പടം വരച്ചോണ്ടിരിക്കുന്നത്? എന്റെ പടം? ആ, ഏത് ജുബാക്കാരൻ? വാ കാണിച്ചു തരാം. എന്താ? ഓ, വെറുതെ. കുറെ നേരം ആയാലും ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നു. എന്താ എന്താ വേണ്ടത്? നേരത്തെ വരച്ച പെണ്ണിനെ കാണാൻ നല്ല ശേലായിരുന്നു. പക്ഷെ ഇത്ര വേഗം കളവിയാവോന്ന് കരുതിയില്ല. പെയിന്റിംഗ് അറിയാമോ? വരച്ച പെണ്ണിനെ അറിയാം. ഐ സീ. ഇതാ
ഇതല്ല. ആ ഒളിച്ചിരുന്നെന്റെ ചിത്രം വരയ്ക്കുന്നതിന്റെ ഉദ്ദേശം? എന്റെ സ്വന്തമാണെന്നും പറഞ്ഞ് നാടുനീളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ. പരദോഷം പറയരുത്. നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? ഈ ചിത്രവും നിങ്ങളും തമ്മിൽ ഒരു സാമ്യമുണ്ടെന്നുള്ള സത്യമാണ്. ഏത് കണ്ണുവട്ടം കണ്ടാൽ ഇത് ഭാവനയുടെ ചിത്രമാണെന്ന് പറയും. ഇതുപോലെ സാമ്യമുള്ള ആയിരക്കണക്കിന് ഭാവനമാർ ഈ ലോകത്തുണ്ട്. അതിന് സാറെന്തിനെ ഇത്ര ചൂടാവുന്നേ? ഇടി പടമെടുപ്പ് വരെ താടി മീശയൊക്കെ ആയിട്ട് പോട്ടടി. അയാൾ ആരെങ്കിലും വിളിച്ചോണ്ട് പോട്ടെ. അത് ആരുടെ ലെറ്റർ അപ്പച്ചി? വിനുമോന്റെയാ. അവൻ 2 മാസത്തിനകം വരുമെന്ന്. വിനുവേട്ടൻ ഇപ്പോഴും ആസാമിലാണോ? അവൻ ആസാമിന്ന് പോയിട്ട് 6 മാസമായി. ഇപ്പൊ പഞ്ചാബിലാ. ഞാൻ കണ്ടിട്ട് 2-3 വർഷമായി. 2 മാസം കൂടി കഴിഞ്ഞാ പിന്നെ ദിവസവും കാണാമല്ലോ. ഡിങ്കിടിക്ക. ഒരു 5 വർഷം കഴിയാതെ ഞാൻ സമ്മതിക്കത്തില്ല. 5 വർഷമോ? അപ്പോഴേക്കും അവന്റെ മൂക്കി പല്ല് വരുമല്ലോ മോളെ. അയ്യോ, എന്നാ വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. മോൻ വരുമ്പോ കെട്ടിച്ചു കൊടുക്കാൻ. അതെന്ത് വേണമെന്ന് അവൻ വന്നിട്ട് ഞങ്ങള് തീരുമാനിക്കും. വിനുവേട്ടനോട് ഞാൻ പറയും ഡിഗ്രി എടുക്കുന്നവരെ കല്യാണ കാര്യം പറയരുതെന്ന്. അപ്പോഴോ ഡിങ്കിടിക്ക. മോളെ ചോറുണ്ടിട്ട് പോവാ. വേണ്ട അപ്പച്ചി, ഞാനുള്ളോണ്ട് ചിലപ്പോ അച്ഛൻ ഊണ് കഴിക്കാൻ വരും. എന്നാ ചെന്ന് അരി അടപ്പത്തിട്. കൂട്ടാൻ ഞാൻ കൊണ്ടുവന്നേ. ഓക്കെ, താങ്ക് യു. കുട്ടിക്കളി മാറാത്ത ഇതിനെ പിടിച്ച് എങ്ങനെയാ കെട്ടിക്കുന്നത്? മോഡേൺ ആർട്ട്. എന്താ പാ? ഇതെന്താ സാറേ പതിവില്ലാത്തൊരു കുളി? ഭയങ്കര ഉഷ്ണം. ഉഷ്ണിക്കണമെന്നോ? മൂത്രം ഒഴിച്ചാൽ നിലത്ത് മുട്ടുന്നതിന് മുമ്പേ ഐസാകുന്ന ഈ തണുപ്പത്ത് ഉഷ്ണിക്കണമെന്നോ? എന്റെ മനസ്സിലിരുന്ന മാലാഖ ഞാൻ ഇന്നലെ ജീവനോടെ കണ്ടു. സാറോ? ശശി സാറോ? എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് പപ്പ. ഒരു സങ്കല്പ ചിത്രം ജീവനോടെ കാണുക. ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇവിടെ ഒരുത്തി കെട്ടിത്തൂങ്ങി ചത്തതാണ്, അവിടെ ബാധയുണ്ടാകുമെന്ന്. ഇപ്പോഴെങ്കിലും ഇരിക്കണോ? അവൾ ആരാണെന്നോ എവിടുത്തുകാരിയാണെന്നോ ചോദിക്കാൻ പോലും സാധിച്ചില്ല. ഒരു പക്ഷെ മാലാഖയായിരിക്കുമോ? മാലാഖയല്ല, കുരുവെ പോലെ പറന്നു നടക്കുന്ന ഒരു കുസൃതിയാണ്. എന്റെ ദൈവമേ, നല്ലൊരു മോഡേൺ പയ്യനായിരുന്നു. പോക്ക പപ്പ, പപ്പ, അയ്യോ വിളിക്കല്ലേ, ഞാൻ വരത്തില്ല.
സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ നടക്കാനിറങ്ങിയതായിരിക്കും. കോവിലിൽ പോയി വരുന്ന വഴിയാ. ദിവസവും പോവോ? ഇന്ന് ആരുടെ ചിത്രം വരയ്ക്കാനാ പരിപാടി? എന്താ കൂട്ടുകാരെയും കൂട്ടി വഴക്കിന് വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അനുവാദത്തോടെ വരച്ചാ ആരും വഴക്കിന് വരില്ല. ഓക്കെ, ഇനിമേൽ അനുവാദത്തോടെ വരച്ചോളാം. ഒരു 5 നിമിഷം എനിക്ക് വേണ്ടി പോസ് ചെയ്യാമോ? ഡിങ്കിടിക്ക, എന്നെ പോലുള്ള 1000 ഭാവനമാർ ഈ ലോകത്തുണ്ട്. അവരോട് പോയി പറയൂ. പക്ഷെ 1000-ൽ ഒരുത്തിയെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടുള്ളൂ. പ്ലീസ്. സോറി. My God. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. നിങ്ങളൊരു കാട്ടാളനാണ്. അപ്പൊ താനാരാണ്? വാൽമീകി? രംഗമ്മോനെ, അയാൾ എന്താ വിളിച്ചത്? കാട്ടാളാന്നോ? ദൈവം തമ്പുരാനെന്ന്. തല്ലപിച്ചിരുന്ന കിളികളിൽ ഒന്നിനെയാണ് നിങ്ങൾ കൊന്നത്. അതാ നോക്കൂ, ആ ഇണക്കിളിയുടെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാവുമോ? ശിക്കാരി, അതിനെ കൂടി ഞാൻ കാച്ചിയാൽ ഇയാളുടെ വിഷമം തീരും. അതിനെ കൊന്നേക്ക്. വിരഹ ദുഃഖം അനുഭവിക്കുന്നതിലും ഭേദം ഇണയോടൊത്ത് മരിക്കുന്നതല്ലേ? എടോ ആർട്ടിസ്റ്റേ, ഈ പറക്കുന്ന പറവകളെ വെടിവെച്ചിടുന്ന ശിക്കാരിയെ പരീക്ഷിക്കരുത്. ശിക്കാരി, ഷടാ പൊയ്ക്കളഞ്ഞല്ലോ. എടോ, താൻ നന്നാകാൻ വേണ്ടി ഉപദേശിക്കുകയാണ്. ഈ കാടും പടലും വരച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നല്ല പെമ്പിള്ളേരുടെ സെക്സി ചിത്രങ്ങൾ വരയ്ക്ക്, ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ ജീവനുള്ള സെക്സ് കാണിച്ചാലോ? താൻ ചോദിക്കുന്ന വില തരാം. എന്നാ ഞാൻ തുണിയിൽ അയച്ചിട്ടെ. രംഗമ്മോനെ, വാ പോവാം.
മിസ്റ്റർ പിള്ളേ, പാട്ട് നിന്നോ? ഇപ്പൊ നിന്നേ ഉള്ളൂ. അയ്യോ ചതിച്ചോ ഗുരുവായൂരപ്പ, ആ കുട്ടിയാനെ പോയോ? അയ്യോ ഇനി ഞാൻ എപ്പോഴും ചിക്കൻ 65 ഉണ്ടാക്കും. എന്താന്ന് ആശാൻ ഇത്? എന്നും മുതലാളിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇത് മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? ഇത് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തവർ കഴിക്കാനുള്ളതല്ല. അല്ല എനിക്ക് വേണ്ട, എന്നാലൊന്നും അറിയാലോ എന്ന് വിചാരിച്ചു. ചിക്കൻ 65 കോഴി 65 ദിവസവും. കൊളുന്തുകൾ നുള്ളേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞങ്ങൾ നശിച്ചാലും മുതലാളിയെ സംരക്ഷിക്കണമെന്നാണ് മാനേജർ സാറിന്റെ മനോഭാവം. പക്ഷാഭേദം കാണിക്കാത്തവനാണ് ഞാനെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമല്ലോ. മുതലാളിയും തൊഴിലാളിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ ഒരു സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ. അത് നശിച്ചു പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹമാണ് സാർ ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചത്. ബോണസ് കിട്ടാൻ വേണ്ടി നിരാഹാരം സത്യാഗ്രഹം വരെ നടത്താൻ ഞാൻ തയ്യാറാണ്. കൊളുന്തുകൾ മൂത്ത് മുരടിച്ചാലും ബോണസ് കിട്ടാതെ ഇനി ജോലിക്കിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ബോണസ്? ബോണസ് ചോദിക്കുന്നവന്റെ ബോൺസ് മനസ്സിലായില്ലേ? അസ്ഥി. അത് ഞാൻ ഊരുമെന്ന് പറഞ്ഞേക്ക്. ആ ഇനി എന്നാണ് സാർ ഞാൻ വരേണ്ടത്? ഒന്നിലധികം പ്രാവശ്യം ഒരു പെണ്ണും ഈ മുറിയിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. സോ യു നീഡ് നോട്ട് കം അഗൈൻ. ഓക്കെ സാർ. വാട്ട്? വാട്ടുകയൊന്നും വേണ്ട, 10ന്റെ നോട്ടിങ് നീട്ടിയാ മതി. നോ ചേഞ്ച്. ഐ വിൽ ഗെറ്റ് യു നെക്സ്റ്റ് ടൈം. അയ്യോ ഇവിടെ നെക്സ്റ്റ് ടൈം ഒന്നുമില്ല, ഒൺലി ഫസ്റ്റ് ടൈം. ഇനി നീട്ടിയാട്ടെ. സ്റ്റുപ്പിഡ്. തുപ്പിട്ടോ? തുപ്പിട്ട് അയ്യോ അയ്യേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കോവിലിന്റെ ഒരു ചിത്രം എനിക്ക് തരുമോ? സോറി. നിൽക്കൂ. ഇന്നലെ എന്നോട് സോറി എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം ദുഃഖം തോന്നിയെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എന്താ പപ്പ? മര്യാദക്ക് ഇവിടെ ഒഴിഞ്ഞു പോക്കണം. പപ്പനെന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? സ്വബോധത്തോടെയാണോ സംസാരിക്കുന്നത്? എന്ത് സംസാരം? രാവിലെ എന്റെ മുഖത്ത് നോക്കാതെ മാലാഖയുടെ കാര്യമൊക്കെ പറഞ്ഞു, അതുകൊണ്ടാ. രാവിലത്തെ പ്രകൃതത്തിന് മാറ്റമുണ്ട്. ഇരുമ്പിന്റെ ഒരു കഷണം കയ്യിലുണ്ടെങ്കിൽ ഒരു ബാധയും ഉപദ്രവിക്കത്തില്ല സാറേ. ഇതിവിടെ ഇരുന്നോട്ടെ, ആവശ്യം വരുമ്പോ ഇതെല്ലാം തൊടണേ. എത്ര ഭാഷകൾ സാറിന് എഴുതാൻ അറിയാം? എന്തിനാപ്പ? എനിക്കൊരു സാധനം സാർ എഴുതി തരണം. എന്താ? 10 രൂപ തരണം. എന്തിനാ? ഭാഷാ പ്രശ്നം എന്നെ വല്ലാതെ അലട്ടുന്നു. മുരുക രക്ഷിക്കണേ സ്വാമി. മുരുക സുബ്രഹ്മണ്യ സ്വാമി പഴനിയാണ്ടവ രക്ഷിക്കണേ ഭഗവാനേ. നമുക്കറിയാമോ, വിളിച്ചാ വിളി കേൾക്കുന്നവനാ ഇവിടുത്തെ മുരുകൻ. അതുകൊണ്ടല്ലേ അപ്പച്ചി ദിവസവും ഞാനിവിടെ വരുന്നത്. വിനുമോനെ ഗർഭമായിരുന്നപ്പോ തുടങ്ങിയതാ ഈ ഷഷ്ടിവ്രതവും നോയമ്പും ഒക്കെ. വർഷം 25ആയി. ഇനി മോൾ ഒരു പെങ്കൊച്ചിനെ പ്രസവിച്ചിട്ട് വേണം ഈ വ്രതവും നോയമ്പും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ. ഡിങ്കിടിക്ക
ഞാൻ പ്രസവിക്കുന്ന മുഴുവൻ ആൺകൊച്ചുങ്ങളാണെങ്കിൽ അപ്പച്ചി എന്ത് ചെയ്യും? ഒരു പെൺകൊച്ചിനെ പ്രസവിക്കുന്നത് വരെ വ്രതം നോക്കും. ആ, എന്നാൽ ഇനി 10 വർഷം കൂടി അപ്പച്ചി വ്രതം നോക്കിക്കോളൂ. അതെന്ത് വേണമെന്ന് മോൻ വന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം. എന്തോന്നാ മോളെ? എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ആഹാ, നന്നായിരിക്കുന്നു. മുരുക, ഒരു ദിവസം ഞാൻ ഈ തിരുനട മുഴുവൻ ദീപം കൊളുത്തും. എന്തിനാ അപ്പച്ചി? അതൊക്കെ സിനിമ വന്നിട്ട് പറയും. ഇതുപോലൊരു ക്ഷേത്രം എന്റെ മനസ്സിലുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒരു ദേവിയുണ്ട്. എന്നെന്നും എനിക്ക് പൂജിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ച ദേവി. ആ ദേവി ആരാണെന്ന് അറിയണ്ടേ? ഭാവനയാണ്. എന്റെ ഭാവന, എന്റേത് മാത്രമായ ഭാവന. വിത്ത് ലവ്, ശശി. മോളെ, കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേക്കും പെണ്ണങ്ങ് പഞ്ചാബിലെത്തിയല്ലോ. വാ വാ, നടക്ക്. അടുത്ത മാസത്തിൽ അവൻ വരും. 2 ആയാലും വൃശ്ചികത്തിൽ ഇത് നടത്തും. എല്ലാം ഞാൻ ഒരുത്തി കിടന്ന് കഷ്ടപ്പെടണം. ആ, ദൈവം തമ്പുരാൻ എല്ലാം നടത്തി തരും. മുരുക. Just to pay $2. ഭാഷയുടെ ഒരു ഗുണമേ. ഇന്നെന്താ കോലി പോകുന്നില്ലേ? എന്തേ? 7 കുളിക്കാതെ പോയരെന്ന് അപ്പച്ചി പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാനിതൊന്നും കാര്യമാക്കാറില്ല. 365 ദിവസവും കുളിക്കും. അതിന് നീ കോലി പോകാറില്ലല്ലോ. പണ്ട് ദിവസവും പോവുമായിരുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് SSLCക്ക് 3 പ്രാവശ്യവും തോറ്റു. അത് നീ പഠിക്കാഞ്ഞിട്ടല്ലേ? ഇപ്രാവശ്യമെങ്കിലും നീ ജയിക്കോടി. ആ, എന്താ നിന്റെ പരിപാടി? BAക്ക് ചേർന്നാ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. എന്നാ നീ എന്റെ കൂടെ വട്ടകയിൽ പഠിക്കാൻ? അതും പറഞ്ഞു നോക്കി. അച്ഛൻ എന്തോ പ്ലാൻ ചെയ്ത മട്ടുണ്ടല്ലോ. വിനുവേട്ടൻ എന്നാ വരുന്നേ? അടുത്ത മാസം. ആ, അതാണ് നിന്നെ പിടിച്ചിങ്ങനെ കൂട്ടിലിട്ടിരിക്കുന്നതിന്റെ കാര്യം. 1-2 മാസം കൂടി ഇങ്ങനെ ബോറടിച്ച് കഴിഞ്ഞാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡായി, റൊമാൻസായി, അമ്മയായി, അമ്മുമ്മയായി. ആ, ജോളി ലൈഫ്. നീ ഇരുന്ന് സ്വപ്നം കാണും. ബസ് വരാൻ സമയമായി. ഞാൻ പോണു. ഹലോ. ഇന്നെന്താ ഒറ്റയ്ക്കാണോ കറക്കം? എന്താ എന്റെ പടം വരയ്ക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഹലോ.
ഭാവന, കോവില് കാണാതിരുന്നപ്പോ ഞാൻ കരുതി എന്നോട് പിണക്കമാണെന്ന്. ഭാവന എന്നോട് പിണങ്ങിയാലും ആ ചിത്രം ഒരിക്കലും എന്നോട് പിണങ്ങിയില്ല. ഭാവനയുടെ സാന്നിധ്യത്തിൽ
ആ ചിത്രം പൂർത്തിയാക്കണമെന്നൊരാഗ്രഹം. വിരോധമല്ലെങ്കിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ സ്ഥലത്ത് നാളെ രാവിലെ വരണം. ഭാവന വരുന്നവരെ ഞാനവിടെ കാത്തിരിക്കും. ആരോ വരുന്നുണ്ട്, പൊയ്ക്കോളൂ. പത്ത് രൂപ കൊടുങ്കൽ. യോ ചേഞ്ച് ഇല്ലേ? ചില്ലറ ഞാൻ തരാം. അപ്പൊ നീ ഓമേലയാ? അയ്യോ, ആ കയ്യിന്റെ ഒരു ഗുണമേ. എടോ, തന്നോട് ഞാൻ ഈ റോസാക്കം മുറിച്ചു നടാൻ പറഞ്ഞിട്ട് ദിവസം കുറെ ആയില്ലേ? ഇപ്പൊ തന്നെ മുഴുവനും മുറിച്ചേക്കാം. തന്നെ കണ്ടാൽ തന്നെ അറിയാം മുഴുവൻ മുറിക്കുമെന്ന്. വായി നോക്കാ ചെല്ലടോ. ഓ പിന്നെ ഇരിക്കൂ ഭാവന. ഓക്കെ, താങ്ക് യു. ഭാവന അരികിലെത്തിയപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലെ ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചത്. ഭാവനയുടെ വീട് എവിടെയാണ്? അതാ ആ താഴ്വരയിലാണ്. ഈ മലയുടെ മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കുമോ? ഏയ്, വീട്ടിൽ നിന്ന് നോക്കിയ ഈ മല കാണാം. അപ്പൊ മലയുടെ മുകളിൽ നോക്കിയാൽ വീടും കാണണമല്ലോ. കാണാമോ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അയ്യോ വേണ്ട. എന്താ? ഈ മലയിൽ ആരും പോവാറില്ല. വൈ? ഒരു ഗന്ധർവനുണ്ടത്രേ. ഗന്ധർവനോ? ആ അപ്പൊ എനിക്ക് തീർച്ചയായും പരിചയപ്പെടണം. പുള്ളിക്കാരനൊന്ന് പോസ് ചെയ്യാൻ കിട്ടിയാൽ എന്റെ പേരും ഗിന്നസ് ബുക്കിൽ വരും. ലോകത്തിൽ ആദ്യമായ ഒരു ഗന്ധർവനെ ജീവനോടിരുത്തി മോഡൽ ചെയ്ത ഏക ആർട്ടിസ്റ്റ് ശശി
ശിക്കാരി, അതാ തുടുത്തു കൊഴുത്ത 2 മുയലുകൾ. കാച്ചിക്കേ. എന്റെ കൂടെ പഠിച്ചതാ ഭാവന. അവളിപ്പോ കോളേജിലാ. എന്നോട് മാത്രം എന്താ എത്ര ദേഷ്യം? വിഘ്നേശ്വര, പ്ലീസ് ഇപ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചെറിയൊരു പണി ചെയ്താൽ മതി. കെമിസ്ട്രിയുടെ പേപ്പർ നോക്കുമ്പം നോക്കുന്ന ആൾ ഉറങ്ങിപ്പോണം. പാസ് മാർക്ക് കിട്ടിയാൽ മതി, പ്ലീസ്. Come on, Bhavana. Come on. ഈ നാടിന്റെ സൗന്ദര്യം ഇവിടെയുള്ളവർ കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. ദേ, ആ കുന്നിന്റെ അപ്പുറത്താ എന്റെ വീട്. അവിടെയാണോ? ആ പരിസരത്തൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ഭാവനയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ മാത്രം. അമ്മ? അമ്മ മരിച്ചിട്ട് വർഷം 15 കഴിഞ്ഞു. വേറെ സ്വന്തക്കാരുമില്ലേ? ഇഷ്ടം പോലെ. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഞാൻ വരച്ച ചിത്രങ്ങളല്ലാതെ വേറെ ആരുമില്ല. അച്ഛനും അമ്മയും ഒരു കാർ അപകടത്തിൽ മരിച്ചു. ആ തീരാ ദുഃഖം അനുഭവിക്കാൻ ഞാൻ ഒരേ ഒരാൾ മാത്രം. ഇത്രയും നാളായിട്ടും ഭാവനയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലോ എന്ന് ഓർക്കുമ്പോൾ. അതിന് ഞാനിവിടെ ഇല്ലായിരുന്നു. 5 വയസ്സ് മുതൽ കണ്ണൂരിലെ ചിറ്റമ്മയുടെ വീട്ടിലാണ് പഠിച്ചതും വളർന്നതൊക്കെ. കോളേജ് അടയ്ക്കുമ്പോ ഞാൻ ഇങ്ങോട്ട് പോരും. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞാൽ തിരിച്ച് കണ്ണൂരിലേക്ക് പോകുമോ? ഇനി ഞാൻ പോകുന്നില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ബോണസ് വർദ്ധിപ്പിക്കുക. ബോണസ് വർദ്ധിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ബോണസ് വർദ്ധിപ്പിക്കുക. ബോണസ് വർദ്ധിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗൻ നീതി പാലിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. ബോണസ് വർദ്ധിപ്പിക്കുക. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗൻ നീതി പാലിക്കുക. രംഗൻ നീതി പാലിക്കുക. ബോണസ് വർദ്ധിപ്പിക്കുക. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗൻ നീതി പാലിക്കുക. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ബോണസ് വർദ്ധിപ്പിക്കുക. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. എന്തോന്നാ സാറേ യോമാര് വിളിച്ചു പോകുന്നത്? ബോണസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോൺസ് വരുമെന്ന്. എല്ലാത്തിനെയും ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞേക്ക്. കൊല്ലുന്നത് എളുപ്പമാ രംഗമോനെ. ഒരു തുള്ളി രക്തത്തിൽ നിന്ന് 1000 പേർ ജനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സ്വഭാവം. സാറിനോട് ഈ മണ്ടത്തരമൊക്കെ ആര് പറഞ്ഞു? നാടുനീളെ കണ്ടുവരുന്നൊരു സത്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാറ് പേടിക്കാതിരിക്കെ. ഇവന്മാര് കുറെ പട്ടിണി കിടക്കുമ്പോ തനിയെ വാലും ചുരുട്ടി പണിക്ക് വന്നോളും. വന്നില്ലെങ്കിൽ ഞാൻ ഫാക്ടറി പൂട്ടിയിടും. എലിയെ തോപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടരുത് മോനെ. അവർക്ക് ബോണസ് കൊടുക്കാൻ 10,000 രൂപയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ലാഭിക്കാൻ നോക്കിയാൽ ഓരോ മാസം നഷ്ടമാകുന്നത് 1 ലക്ഷം രൂപയാണ്.
എത്ര രൂപ നഷ്ടം വന്നാലും തോൽക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇത്രയ്ക്ക് സുന്ദരനാണോ? അല്പം കൂടി ടച്ച് ചെയ്യാനുണ്ട്. മനസ്സിലായി, നമ്മുടെ പഴയ ചുറ്റിക്കറങ്ങൽ പാർട്ടി. ഞാനൊന്ന് ചുറ്റിക്കറങ്ങിയോണ്ടാണല്ലോ നിങ്ങളിപ്പോ ചുറ്റാതെ ഇറങ്ങുന്നത്. അത് ശരിയാണ് രാജമ്മേ. മെനി മെനി താങ്ക്സ്. ദേ അത് മാത്രം വേണ്ട, ബ്രോക്കർ ഫീസ് തരാനാണെങ്കിൽ പണമായിട്ട് തന്നാ മതി. ഓക്കെ, എഗ്രീഡ്. കല്യാണത്തിന് മുമ്പ് തന്നേക്കാം. 1 മാസത്തിനകം പ്രതീക്ഷിക്കാമോ? അതൊക്കെ ബ്രോക്കറുടെ മിടുക്കുപോലിരിക്കും. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ ഞാൻ ഇനിയും ചുറ്റിക്കറങ്ങണം. ചുമ്മാ ഇരി രാജമ്മേ, ഞങ്ങൾ ഇതിലേ പോട്ടെ. ഓക്കെ, കാര്യം. കല്യാണത്തിന് മുൻപുള്ള റൊമാൻസ് എനിക്കിഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡുമായി റൊമാൻസിൽ ഏർപ്പെടുക, ഇതാണ് എന്റെ പോളിസി. ഇത് പറഞ്ഞത് ഞാനല്ലേ? മുൻകൂട്ടി തീരുമാനിക്കുന്നത് പോലെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഭാവനെ? ഞാൻ അന്ന് പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. കൊള്ളാം. ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. നിന്നോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ കഥവിന് മുട്ടാതെ അകത്തേക്ക് വരരുതെന്ന്? മുട്ടണമെന്ന് ഓർത്തതാ, പക്ഷെ ഇതേന്ന് പിടിവിടാൻ പറ്റുമോ മുതലാളി? പിന്നെ മൂസയ്ക്കും നിന്നല്ലോ. 12 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മണി 2 ആയല്ലോടാ. അയ്യോ, കോഴികൾ കൂടെ പറിച്ചു തരാൻ നിന്ന് തരണ്ടേ? അതുങ്ങൾ പറിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇക്കിളി കൊണ്ടങ്ങ് ഓടുവാ. അതവിടെ വെച്ചിട്ട് പൊക്കോ. വേറെ വല്ലതും വേണോ? ഹാംലെറ്റ്, ബുൾസൈ? ഇനി വിളിച്ചിട്ട് വന്നാ മതി. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വരച്ചാണ്. ഇതാ. നിൽക്കൂ. വില എന്താണെന്ന് പറഞ്ഞില്ല. വിൽക്കാൻ വേണ്ടി വരച്ചതല്ല, വെറുതെ ഞാനൊന്നും സ്വീകരിക്കാറില്ല. 10,000 രൂപ. 1 രൂപ. അച്ഛാ, ഞാൻ പാസ്സായച്ചാ. അയ്യോ, എടോ പാസ്സാ പറ്റിച്ചെടുത്തോടി മോളെ. ശങ്കുപിള്ളയുടെ മോളങ്ങ് ബ്രോയിലർ ചിക്കൻ പോലെ തടിച്ചു വീർപ്പല്ലോ. മതി മതി, കണ്ടു വെക്കണ്ട. അയ്യോ മോളെ വീട്ടിലോട്ട് വെക്കോ. ഒക്കെ മോളെ.
പപ്പ ഓ ഇതാരാടാ? ശങ്കുപിള്ളയുടെ മോളാ. ആഹാ. എന്താ പേര്? രാജമ്മ. അവള് സിസ്തു പാസ്സായി. എന്താ അടുത്ത പരിപാടി? എവിടെങ്കിലും ഒരു ജോലിക്ക് വിടണം. ആ ബൽറാമിന്റെ കമ്പനിയിൽ ഏതോ ഒഴിവുണ്ടെന്ന് കേട്ടു. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആദ്യമായിട്ട് ഇവിടെ വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. പപ്പ. ഓക്കേ. തറയിലില്ലോ ചേ, കറികളൊന്നും ശരിയായിട്ടില്ല. ഇവിടുന്ന് തന്നെ ഊണ് കഴിക്കണോ? ഇവിടുന്ന് തന്നെ കഴിക്കണം. വേണ്ട അച്ഛാ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. മുതലാളി വല്ലതും വിചാരിക്കുന്നു. കറിയിലും കഴിക്കാം. മോളിങ് വാ. ഇവനൊക്കെ അസൂയ. ഇന്നാളത്തെ പോലെ അവിടെ നിന്ന് ഛർദ്ദിച്ച് വൃത്തിയേടാക്കരുത്. വേണ്ട മുതലാളി, കരലിന് തീരെ സുഖമില്ല. പകുതി ആ ശങ്കുവിനും കൊടുത്തേക്ക്. കരലിന് ആ പൊയ്ക്കോ. ആയിരത്തിലൊരുത്തി അമ്മ നീ ഉലകമറിന്തിടാത പറബയമ്മ നീ. ആയിരത്തിലൊരുത്തി അമ്മ നീ. ആ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? 2 ആഴ്ച കഴിഞ്ഞ് കിട്ടും. ബൽറാം ഫോണിലുണ്ട്. ആ പെർട്ടിക്കുലേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഈ ശ്രവണശക്തി ഇല്ലെങ്കിൽ എങ്ങനെയാ ജോലിക്ക് പോകുന്നത്? വരൂ. കല്യാണത്തിന് ഇതുപോലൊരു സാരി ഞാൻ ഉടുപ്പിക്കും. പിന്നെ ഒരു താലി കെട്ടും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ 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 ചിത്രം മാത്രമല്ലേ പോയുള്ളൂ. ഞാൻ ശശിയേട്ടനരികിൽ ജീവനോടുണ്ടല്ലോ. എത്ര ചിത്രം വേണേലും വരച്ചോളൂ. മതിയാവുന്നവരെ ഞാൻ ഇരുന്നേരാം. എന്നെന്നും എന്നരികിൽ ഭാവന ഉണ്ടെങ്കിൽ പിന്നെന്തിനാ ചിത്രം വരച്ച് കാണണം? എനിക്ക് ഭാവനയുടെ അച്ഛനെ ഒന്ന് കാണണം. അയ്യോ, നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരും. അയ്യോ വേണ്ട. അച്ഛൻ എന്ത് വിചാരിക്കും? മകളുടെ കാര്യത്തിൽ താലി ചാർത്തുന്നോർത്ത് സന്തോഷിക്കും. എന്നാലും എന്തെങ്കിലും ഒരു ദിവസം പറയണമല്ലോ.
എന്റെ സ്വപ്ന സുന്ദരി, നീ ജീവനോടിരിക്കേ. മര്യാദയ്ക്ക് വഴി മാറി നിൽക്കൂ. ആഹാ, ആ ശബ്ദത്തിന് പോലും എന്ത് മാധുര്യം. നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ തരാൻ തയ്യാറാണ്. വരൂ, ബംഗ്ലാവിലേക്ക് പോ. എന്താ ഭവാനെ? ഇയാൾ എന്നെ ഓഹോ, അപ്പൊ ഇങ്ങനെ ഒരു കളിയുണ്ടല്ലേ? ഓക്കെ, ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോടാ. ഭാവന പൊയ്ക്കൊള്ളൂ. ശിക്കാരി ഓർഡറോ? പോയി. താൻ ജീപ്പ് തിരിച്ചിട്ട്. ഹലോ ബൽറാം, അളയാൻ നല്ലൊരു കുരുവി വന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരേ അടങ്ങേറ്, ആ നദിക്കരയിൽ ഒരു ചിത്രകാരനുണ്ട്. അവന്റെ കാമുകിയാ സാധനം. അതുകൊണ്ട് നമുക്ക് അവനെ നല്ല സ്റ്റൈലായിട്ടൊന്ന് പെരുമാറണം. അടിച്ച പുഴയിലെങ്ങാനും വലിച്ചെറിയാൻ പറയടാ. രണ്ട് തടിമാടന്മാര് വിചാരിച്ചിട്ട് ഒരു പീറച്ചെറുക്കിനെ ഒതുക്കാൻ സാധിച്ചില്ലെന്നോ? വാട്ട് ഇസ് ദിസ് ബൽറാം? വേണ്ട വേണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം. എടോ, തന്നോട് ജീപ്പ് തുടയ്ക്കാനാണോ പറഞ്ഞത്? തന്റെ മരമോന്ത് നോക്കിയിരിക്കാനാണോ? മരമോന്ത്. ചേറാടാ. ശിക്കാരി, വേഗം ജീപ്പി കയറ്. എന്താ രംഗമോനെ? കാര്യമുണ്ട്, പറയാം. കയറൂ.
എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവളെ എനിക്ക് സ്വന്തമാക്കണം. ശിക്കാരി എങ്ങനെയെങ്കിലും അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഇത്ര നികൃഷ്ടമായ രീതിയിൽ രംഗമ്മോന്റെ അച്ഛൻ പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. ശിക്കാരിയെ തരം താഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ ആഗ്രഹം ശിക്കാരിയോടല്ലാതെ മറ്റാരോടാണ് ഞാൻ പറയേണ്ടത്? ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ഞാനും മരിച്ചുപോയ എന്റെ രംഗമ്മോന് ശിക്കാരിയല്ലാതെ വേറെ ആരാണുള്ളത്? മോൻ എന്താഗ്രഹിച്ചാലും സാധിച്ചു കൊടുക്കണേ ശിക്കാരി. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തു വേണമെങ്കിലും സംസാരിച്ചോളൂ. അവൾക്ക് വേണ്ടി ശിക്കാരി പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പെൺകുട്ടി ഏതാ? അതാ, ആ വീട്ടിലേക്കാണ് അവൾ ഓടിക്കയറിയത്. ആരാ അത്? കഥവ് പൊളിക്കുമല്ലോ. കുറച്ചു മുമ്പ് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നോ പോലെ? വന്നു. നിന്റെ മോള്. ഭാവനയോ? ഏതോ ഒരു തെമ്മാടി അവിടെ കയ്യെ കയറി പിടിച്ചെന്ന് ഓടിക്കളച്ച അവൾ ഇവിടെ വന്നത്. വെട്ടുകത്തിയെടുത്തോണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും അവൻ ഓടിക്കളഞ്ഞു. ഇല്ലെങ്കിൽ അവന്റെ ഞാൻ... നീ അങ്ങോട്ട് ചെല്ല്. മോള് വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. ഞാൻ ഉടനെ വരാം. അവൾ എവിടെ ശിക്കാരി? അവളെ മറക്കുക നല്ലത്. ശിക്കാരിയെയും അവൾ അവമാനിച്ചു. ഇനി ഒരു പ്രാവശ്യം കൂടി കാണട്ടെ, അന്ന് അവളുടെ കഥ ഞാൻ കഴിക്കും. പെൺകുട്ടി നിരപരാധിയാ. അവളുടെ അച്ഛന് രംഗമ്മോനെ നന്നായിട്ട് അറിയാം. അതാ കുഴപ്പം. എന്തു കുഴപ്പം? അവൾക്ക് വേണ്ടി ഞാൻ പറയുന്ന എന്തും ചെയ്യാമെന്നാ രംഗമ്മോൻ നേരത്തെ എന്നോട് പറഞ്ഞത്. മറന്നിട്ടില്ല. അവളുടെ അച്ഛൻ ഒരു തൊഴിലാളി സ്നേഹിയാ. അതുകൊണ്ട് എത്രയും വേഗം ഫാക്ടറി സമരം അവസാനിപ്പിക്കണം. നിസ്സാര കാര്യം. ഇന്ന് തന്നെ ബോണസ് കൊടുക്കാൻ പറഞ്ഞേക്കാം. മകൾ ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണാനാ അവിടെ അച്ഛൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മോന്റെ ദുസ്വഭാവങ്ങളൊന്നും മേലിൽ ആവർത്തിക്കരുത്. ഓക്കെ, എഗ്രീഡ്. പണവും യൗവനവും എന്നും നിലനിൽക്കില്ല. പക്ഷേ പട്ടിണിയിലും വാർദ്ധക്യത്തിലും എന്നും കാണുന്നത് ഭാര്യ മാത്രമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. അവളെ താലി കെട്ടാൻ തയ്യാറാകണം. താലിയോ? എന്തിന്? അല്ലാതെ ജീവനോട് അവളെ സ്വന്തമാക്കാൻ പറ്റില്ല. ശരി, താലി എങ്കിൽ താലി. വരൂ. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കെട്ടാൻ അവിടെ ലേലം വിളി ഒന്നും നടക്കുന്നില്ല. അവിടെ വീട്ടുകാരുമായി ആലോചിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ചെല്ലേ, മോൻ പോയിക്കോ. ആരാ അത്? ഞാനാ മോളെ. എന്താച്ചാ? അച്ഛനെന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. ചോറ് വിളമ്പട്ടെ? വേണ്ട, വിശക്കുന്നില്ല. ആ, അച്ഛനൊരു കാര്യം കേൾക്കണോ? ഇന്ന് വഴി വെച്ച് ഒരാളെന്റെ കൈക്ക് കയറി പിടിച്ചു. ഞാൻ അവന്റെ കൈക്ക് നല്ലൊരു കടി കൊടുത്തു. വേദനിച്ചത് അച്ഛനാ മോളെ. അച്ഛൻ അയാളെ അറിയുമോ? അച്ഛനും അമ്മയില്ലാത്ത പയ്യൻ, ഇഷ്ടം പോലെ പണം, ധാരാളം കൂട്ടുകാർ. അവനെ നല്ലവനാക്കാൻ എന്താ മോളെ മാർഗം? ഡിങ്കിടിക്ക, പോലീസിലൊരു കേസ് കൊടുത്താൽ മതി അച്ഛാ. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം അതല്ലേ മോളെ. അവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാലോ? പട്ടിയുടെ വാല് കുഴലിലിട്ടതുപോലെ ഇരിക്കും. ഛേ, ഞാൻ ഉദ്ദേശിച്ച അതല്ല മോളെ. കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണ് വിചാരിച്ചാൽ അവനെ നേരെയാക്കാൻ സാധിക്കുമോ? എനിക്കെങ്ങനെ അറിയാം അച്ഛാ? മോളെ കെട്ടുന്നവൻ അതുപോലെ ഒരുത്തനാണെങ്കിൽ മോൾ എന്ത് ചെയ്യും? വരച്ചവരെ നിർത്തും.
ചോറ് വിളമ്പേ, അച്ഛന് വല്ലാതെ വിശക്കുന്നു. അല്ല, പപ്പൻ വെളുപ്പിനെങ്കിൽ എത്തിയോ? പിച്ചാത്തി വെച്ച് പിന്നെ മറ്റവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. പപ്പനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. മഞ്ഞുകാലം ആയതുകൊണ്ട് സ്വപ്പ ബിസിയാ സാറേ. കളക്ഷനൊക്കെ എങ്ങനെയിരിക്കുന്നു? സത്യവിരോധം പറയരുതല്ലോ, മോശമല്ല. സാർ എഴുതി തന്ന പേപ്പർ കാണിക്കേണ്ട താമസം. മണിപ്പേഷ് തനിയേ വാതുറക്കും. ഇതുപോലൊരു ചിത്രം മുതലാളിയുടെ മുറിയിലുണ്ടല്ലോ. അതെ, ഈ മുഖം തന്നെ, ഒരു വ്യത്യാസവും തീർച്ചയല്ലോ, അതോ മോഷ്ടിച്ചാണ്? മോഷ്ടിക്കാത്ത ഒരു സാധനം അവിടെ കാണുകയില്ല, ഞാൻ ഒഴിച്ച്. 10 രൂപ തരിക. ഇത് ഞാൻ എഴുതി തന്നതല്ലേ? മന്ത്രവാദം പഠിപ്പിച്ച ആശാനെ തന്നെ തുള്ളിക്കണോ പപ്പ? വയറ്റിപ്പഴപ്പല്ലേ സാറേ, അതുകൊണ്ടാ പല്ലുപോലും തേക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മോടെ ജാതകം അസലായിരിക്കുന്നു. അശ്വതി അല്ലേ നക്ഷത്രം? എങ്ങനെയാ മോശാകുക? പൊതുവെ കലാകാരന്മാരുടെ നക്ഷത്ര. പെൺകുട്ടികൾക്ക് സാധാരണ ഈ ശുക്രദേശയിലാ കല്യാണം നടക്കാറുള്ളതേ. അപ്പോ അശ്വതി മകം മൂലം കേതുവിന് 7, ശുക്രൻ 20, 23 വയസ്സുവരെ കണക്കൂട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞേ കല്യാണം നടക്കാറുള്ളൂ. 29 കഴിയണം. ഇതിപ്പോ നടക്കേണ്ട സമയം തന്നെയാ. പിന്നെ ചൊവ്വയും മോശമില്ല. അശ്വതി ഭരണി കാർത്തികക്കാലും മേടക്കൂറ്, 2 വ്യാഴം. ചെറുക്കന്റെ ഗ്രഹനില കിട്ടാതെ എങ്ങനെയാ പൊരുത്തോണ്ടെന്ന് നോക്കുക? ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് മറ്റു പൊരുത്തമൊന്നും നോക്കണ്ട ജോത്സ്യരെ. അപ്പൊ പിന്നെ മുഹൂർത്തം കുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത മാസം കന്നി, കല്യാണത്തിന് കൊള്ളുമില്ല. ഈ മാസം മുഹൂർത്തമൊന്നുമില്ലേ? ഇന്ന് ചിങ്ങ 25, തീരാൻ 5 ദിവസമേ ഉള്ളൂ. അതിനുള്ളിലുണ്ടോ നോക്ക്. അപ്പൊ 30-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ട്, അവിടെ കുറിക്കട്ടെ. 12-നും 12:30 ഇടയ്ക്ക്. അതും കുറിച്ചേക്ക്. അപ്പച്ചി, എന്താ അപ്പച്ചി? എന്താ അപ്പച്ചി? എന്തറിഞ്ഞിട്ടാ മോളെ നീ തുള്ളിച്ചാടുന്നത്? നിന്നെ കെട്ടാൻ പോകുന്നത് ബിനുമോനല്ല. ഇന്നലെ നിന്നെ കയറി പിടിച്ച ആ തെമ്മാടിയാ. അപ്പച്ചി, നിന്റെ അച്ഛനോട് ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചു, എന്റെ മോൻ വരുന്നത് വരെ ക്ഷമിക്കടാന്ന്. കേക്കണ്ടേ? വാക്കു പറഞ്ഞു പോയെന്ന്. എന്റെ മോളെ കണ്ടവും കൊണ്ടുപോകുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. എന്റെ ഈശ്വര, എന്താവോ പോളെ? അവക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന്. ഭാവനെ, അച്ഛന്റെ ഇഷ്ടപ്രകാരം മോടെ വിവാഹം നടത്താൻ അച്ഛൻ അധികാരമല്ലേ? അധികാരം ഉണ്ടെന്ന് വെച്ച് മോക്ക് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിച്ചുകൂടെ? ആവശ്യമില്ല. എന്റെ ആഗ്രഹത്തിനെതിരായി എന്റെ മോൾ ഒരിക്കലും ശബ്ദിച്ചിട്ടില്ല. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു പോലെ. കല്യാണ ദിവസം അതിരാവിലെ എത്തിയേക്കണം. രാവിലെ തന്നെ എത്തിയേക്കാം. സാറെന്താ പതിവില്ലാതെ ഈ വഴിയെ? ശിക്കാരി ഇവിടെ? ഇതാ എന്റെ വീട്. ഇതോ? അവര് വീട്ടിലേക്ക് പോവാം. നോ താങ്ക്സ്, വേറെ ദിവസം വരാം. വിരോധമില്ലെങ്കിൽ ഒന്ന് കയറിയിട്ട് പോവാം. വന്നാട്ടെ. പണ്ടൊരു ദിവസം ഒരു കിളിയെ വെടിവെച്ചിട്ടപ്പോ സാർ എന്നെ കുറ്റപ്പെടുത്തിയത് ഞാൻ ഇന്ന് ഓർക്കുന്നു. സാറിനറിയാമോ, ആദ്യം പിന്നെ ഈ നിമിഷം വരെ തോക്ക് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവികൾക്കും
സുഖവും ദുഃഖവും മോഹവും മോഹഭംഗവും ഒക്കെ ഉണ്ട് ശിക്കാരി. അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകിപ്പോയി സാറേ. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോ വെറും ദുഃഖം മാത്രം എന്റെ സമ്പാദ്യം. വന്നത് സാറിനെ ഒന്ന് കാണണമെന്ന് കുറച്ച് നേരത്തെ ഞാൻ വിചാരിച്ച. ഉടനെ ഞാൻ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതം തന്നെ. വിശേഷിച്ചെന്തെങ്കിലും പറയാം. മോളെ, ചായ. എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. അടുത്ത വെള്ളിയാഴ്ച 12-നും 12:30 ഇടയ്ക്ക് അവളുടെ വിവാഹം. സാർ തീർച്ചയായും വരണം. തീർച്ചയായിട്ടും വരും. പയ്യന്റെ വീട് എവിടെയാണ്? 4-5 മൈൽ അപ്പുറത്താ. പെട്ടെന്നാ തീരുമാനിച്ചത്. പെണ്ണിന്റെ മംഗല്യയോഗം എടുത്താൽ ഓർക്കപ്പുറത്താണേലും കൃത്യസമയത്ത് തന്നെ നടക്കും. ഇതുവരെ ഒന്നും ഒരുക്കിയിട്ടില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് വേണം. ചായ കുടിക്കേ. എന്റെ മോളാ. നല്ല തേയിലയാ. ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നാ. പോകാൻ ധൃതിയായോ? ഇവിടെ വെച്ച് ക്ഷണിച്ച് തെറ്റാണെന്നറിയാം. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വേണ്ട, ക്ഷണിച്ചില്ലെങ്കിലും മകളുടെ കല്യാണത്തിന് ഞാൻ വരും. വരട്ടെ. ശശിയേട്ടാ, എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഞാൻ വരച്ച ചിത്രങ്ങളല്ലാതെ വേറെ ആരുമല്ല. എന്റെ ചിത്രം മാത്രമല്ലേ പോയുള്ളൂ? ഞാൻ ശശിയേട്ടനരികിൽ ജീവനോടുണ്ടല്ലോ. എത്ര ചിത്രം വേണേലും വരച്ചോളൂ. മതിയാവുന്നവരെ ഞാൻ ഇരുന്നു തരാം. 30-ാം തീയതിയോ? ഇന്ന് 5-ാം ദിവസം. എന്തിനാ ഇത്രയും ലേറ്റ് ആക്കുന്നത്? ആടോ മാടോ ആയിരുന്നെങ്കിൽ അങ്ങോട്ട് ഒന്ന് അഴിച്ചോണ്ട് പോരാമായിരുന്നു. താലി കെട്ടുന്ന ഇവിടെ വെച്ച് മതിയല്ലോ. പെണ്ണ് അനാഥയല്ല. മുഹൂർത്തത്തിന് മുമ്പ് എന്റെ വീട്ടിൽ വന്നാ മതി. ഓക്കെ. ഭാവന, സാരമില്ല. ഭാവന, കരയാതെ. ഭാവന, കരയാതെ ഭാവന. എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ താലി കെട്ടാൻ ശ്രമിക്കുന്നത്. അയാൾ ആരാണെന്ന് ഭാവനയ്ക്കറിയാമോ? ഇല്ല, ഇന്നലെ എന്നെ അവമാനിക്കാൻ വന്ന ആ തെമ്മാടിയാണ്. രംഗൻ, ശശിയേട്ടൻ അയാൾ അറിയോ? ഭാവനയുടെ അച്ഛൻ ജോലി ചെയ്യുന്നത് അവന്റെ കൂടെയാണ്. അപ്പോ അച്ഛൻ മനഃപൂർവ്വം എന്നെ ബലി കഴിക്കണോ? അച്ഛന് അവന്റെ ഉദ്ദേശം മനസ്സിലായി കാണില്ല. അവൻ താലി കെട്ടുന്നത് എന്റെ ശവത്തിലായിരിക്കും. ഞാൻ ജീവനോടിരിക്കുന്ന കാര്യം മറന്നുപോയോ? നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം ശശിയേട്ടാ. വേണ്ട, ഒളിച്ചോടുന്നത് ഭീരുത്വമാണ്. അച്ഛൻ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ എന്റെ ഭാവനയുടെ കഴുത്തിൽ ഞാൻ താലികെട്ടും. മനസ്സേ ശാന്തമാകൂ, മനസ്സേ ശാന്തമാകൂ, മനസ്സേ ശാന്തമാകൂ. ഉഷസ്സും പൂക്കളും
ഉഷസും വീണ്ടുമുണരും മനസ്സേ ശാന്തമാകൂ ഉഷസും പൂക്കളും നഭസും വീണ്ടുമുണരും മനസ്സേ ശാന്തമാകൂ പിരിഞ്ഞ കഥനം ഇടനെഞ്ചിലേന്തിയലയും ഇണയെ പിരിഞ്ഞ കഥനം ഇടനെഞ്ചിലേന്തിയലയും കുരുവി പൂങ്കുരുവി ഈ രാത്രി കഴിയാറായി മനസ്സേ ശാന്തമാകൂ മനസ്സേ ശാന്തമാകൂ ഉദയം വിടർന്ന മിഴികൾ ഉഷസിന്റെ ജാലകങ്ങൾ ഉദയം വിടർന്ന മിഴികൾ ഉഷസിന്റെ ജാലകങ്ങൾ തുറക്കൂ പൊൻകതിരേ വെൺമേഘവിരി നീക്കി ഓ മനസ്സേ ശാന്തമാകൂ മനസ്സേ ശാന്തമാകൂ ഉഷസും പൂക്കളും നഭസും വീണ്ടുമുണരും മനസ്സേ ശാന്തമാകൂ മനസ്സേ ശാന്തമാകൂ. എന്താണോ മോടെ ജോലിക്കാരി? തനിക്ക് വേറെ ഒരു പണിയില്ലേ? എപ്പ നോക്കിയാലും ഒരു ജോലി ജോലി. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെല്ലാവുന്ന മോള് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ അവളെന്റെ തലയെടുക്കുവോ? മേലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഇത് പറയാനാണോ അന്ന് എനിക്ക് മദ്യം തന്നത്? ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്റെ മോളെ പറ്റിച്ചിട്ട് തെമ്മടിത്തരം പറയുന്നു. ഇറങ്ങാ പുറത്ത്. മേലാൽ തന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോരുത്. സംസ്കാരമില്ലാത്ത വർഗം. ആ ദുഷ്ടൻ നിന്നെയും നോട്ടോ കേട്ടോ. അയാളെ നീ അറിയോ? അവനൊരു നീചനാണ് ഭാവനെ. അവൻ 1500 രൂപ. അവൾക്കൊരു സാരി മേടിക്കാൻ പോലും തികയില്ലല്ലോടാ. ഇന്നത്തെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് നോക്കണ്ടേ? അതുപോരാ, ഒരു 2000 രൂപയെങ്കിലും കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ,
എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. നീ തന്നെ ചോദിക്കും. ഞാൻ നശിച്ചാലും ഒരു ജോലി കിട്ടിയാൽ പട്ടിണിയിൽ നിന്ന് എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താലോ എന്നോർത്ത് സമാധാനിച്ചു. പക്ഷേ എന്റെ ജോലിക്കാര്യം പറഞ്ഞ് അച്ഛനും അവനും തമ്മിൽ വഴക്കുണ്ടായി. അവസാനം അച്ഛനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. അവനെ കൊന്നിട്ട് നിനക്ക് ജയിലിൽ പോകാമായിരുന്നില്ലേ? ഒന്നിനും കഴിഞ്ഞില്ല ഭാവനെ. മനസ്സ് ശരീരവും തളർന്ന് ഒരു ഭ്രാന്തിയെ പോലെയാണ് ഞാനിന്ന് വീട്ടിലെത്തിയത്. നിങ്ങൾ ചായ കുടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വേഗം വരാം. അപ്പച്ചി, അപ്പച്ചി, ഞങ്ങൾ ആ കോയിൽ വരെ ഒന്ന് പൊയ്ക്കോട്ടെ. വേഗം വരണം. ആ പെര പൂട്ടി താക്കോൽ ആ പടിയെ വെച്ചേക്കോ. അമ്മേ, മോനെ, വെയിൽ കൊണ്ട് മോഹമൊക്കെ കറുത്തു. ഒരു തോർത്തെടുത്ത് തലയിലിട്ടൂടായിരുന്നോടാ. പട്ടാളക്കാരൻ മഞ്ഞും വെയിലും ഒക്കെ ഒരു പ്രശ്നമാണോ അമ്മേ? പട്ടാളക്കാരനാവുന്നതിന് മുമ്പ് മഞ്ഞും വെയിലും കൊള്ളാതെ മൂടി പൊതിഞ്ഞാ ഞാൻ വളർത്തിയത്. ഇത്തിരി ദണ്ണമുണ്ട്. ശിക്കാരി സാറിന്റെ മോളാണെന്ന് രംഗൻമോൻ അറിയാമോ? ഇല്ല. പറയരുത്. കല്യാണ സമയത്ത് 10 പേരുടെ മുന്നിൽ വെച്ച് അറിഞ്ഞാൽ മതി. നാട്ടുകാരെ അറിയുമ്പോ പണത്തിന് വേണ്ടി മകളെ വിറ്റെന്നേ പറയൂ. ശിക്കാരി സാറിനെ പറ്റി അങ്ങനെ ആരും അപാദം പറയില്ല. എത്ര ചീത്തയാണെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? കല്യാണം കഴിയുമ്പോ എല്ലാ ദുസ്വഭാവങ്ങളും മാറിക്കോളും. അതാ എന്റെയും പ്രതീക്ഷ. അയ്യോ അയ്യോ, ഒന്ന് കാണിക്കൂ ശശിയേട്ടാ, ഒന്ന് കാണിക്കൂ ശശിയേട്ടാ പ്ലീസ്. കണ്ണടച്ചെന്നാ കാണിക്കാം. ശരി. ഓക്കെ, ഇനി നോക്കാം. ഇഷ്ടപ്പെട്ടോ? അയ്യോ ഇപ്പൊ വേണ്ട, മുഹൂർത്ത സമയത്ത് തന്നാ മതി. മുഹൂർത്തം നോക്കിയാണോ ജൗളിക്കടയിൽ സാരി വാങ്ങുന്നത്? ഇതും ഉടുത്തോണ്ട് വേണം മണവാളന്റെ അടുത്തേക്ക് വരാൻ. അയ്യോ എനിക്ക് സാരി ഉടുക്കാറില്ലല്ലോ. ഞാൻ ഉടുപ്പിക്കാം. വേണ്ട വേണ്ട ചേട്ടാ. ആഹാ, രാജമ്മയോ? വിനുവേട്ടൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. കൂട്ടുകാരി എന്തേ? നിങ്ങൾ തമ്മിൽ പിണക്കമാണോ? അയ്യോ അല്ല, അവൾ അവിടെ വേർപെടുത്താൻ വയ്യാത്ത ബന്ധമാണ്. ഇയാളാണോ ഭാവനയെ കെട്ടാൻ പോകുന്ന തെമ്മാടി? അയ്യോ, ഇയാളൊരു നല്ല മനുഷ്യനാ. താലിയിട്ട് ചതിക്കാൻ ശ്രമിക്കുന്നവനാ തെമ്മാടി. ആ ഹിൽ പാലസിലെ രംഗൻ. രംഗനോ? ആ വിവരം ഇയാൾക്ക് അറിഞ്ഞൂടെ? അറിയാം. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരിക്കും. വീണേട്ടാ,
ശശി പോയോ? എന്ത് തീരുമാനിച്ചു? ഒളിച്ചോടാനോ ആത്മഹത്യ ചെയ്യാനോ? ജീവിക്കാൻ. അതിനുള്ള ധൈര്യം നിന്റെ കാമുകനുണ്ടോ? പട്ടാളത്തിൽ പോകാത്തവരെല്ലാം ഭീരുക്കളാണെന്നാണോ മിനുവേട്ടന്റെ ധാരണ? അയാൾ അത്രയ്ക്ക് ധൈര്യവാനാണെങ്കിൽ എന്തുകൊണ്ട് കല്യാണക്കാര്യം നിന്റെ അച്ഛനോട് പറഞ്ഞില്ല? പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും അച്ഛൻ എന്നെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രംഗനെ ഇഷ്ടമല്ലെന്ന് അച്ഛനോട് അന്നേ പറയേണ്ടതായിരുന്നു. അച്ഛന്റെ സ്വഭാവം മിനുവേട്ടന് അറിഞ്ഞൂടെ? എന്റെ ഇഷ്ടത്തിന് വേണ്ടി പറയാനും പ്രവർത്തിക്കാനും എനിക്ക് ആരാണുള്ളത്? അമ്മയുണ്ടോ? ചേട്ടനുണ്ടോ? ഞാനൊരു അനാഥയ്ക്ക് തുല്യമല്ലേ വിനുവേട്ട? വിനുവേട്ടൻ വന്നെന്നറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. അതാണ് ഓടി വന്നത്. നോക്കൂ, എന്റെ പൊന്നനുജത്തിക്ക് വേണ്ടി ഈ വിനുവേട്ടൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നറിയാമോ? മുഹൂർത്ത സമയത്ത് മനസ്സിലാകും. പക്ഷെ ഒരു കണ്ടീഷൻ, മേലാൽ ഏട്ടനില്ലെന്നോ അനാഥയാണെന്നോ പറയരുത്. ആട്ടെ, ശശി എവിടെയാണ് താമസിക്കുന്നത്? ഓപ്പോളെ. ആ കേട്ടു. ഭാവന എങ്ങോട്ട് പോയി? അമ്പലത്തിൽ പോയിരിക്കുക. നട്ടുച്ചയ്ക്കാണോ അമ്പലത്തിൽ പോകുന്നത്? ദൈവത്തിനെ തൊഴാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നും ഇല്ല മാവ. ഓ, താൻ എപ്പോ വന്നു? വരില്ലെന്ന് പ്രതീക്ഷിച്ചായിരിക്കും. സമയക്കുറവുണ്ടാ വിവരം അറിയിക്കാഞ്ഞത്? അത്രയ്ക്ക് തിടുക്കമാണെങ്കിൽ എന്തിനാണ് അമ്മാവ മുഹൂർത്തം വരെ വൈകിക്കുന്നത്? താലി കെട്ടാതെ തന്നെ മകളെ കൊണ്ടുപോകാൻ രംഗം മുതലാളി ഒരുക്കമാ. വിനു, മിണ്ടാപ്രാണികളുടെ ജീവൻ അപഹരിക്കുന്ന സ്വഭാവം സ്വന്തം മകളോട് കാണിച്ചത് അല്പം ക്രൂരമായി പോയി. വെള്ളത്തിൽ കിടന്ന് മീൻ കരഞ്ഞാല് അതിന്റെ കണ്ണീര് ആരും കാണില്ലടോ. ശരിയാണ് അമ്മാവ. ഭാവനയുടെ കണ്ണീര് കാണാൻ അവൾക്കാരുമില്ല. അവളെ കരയിപ്പിക്കാൻ വേണ്ടി താൻ എന്തെങ്കിലും പറഞ്ഞു കാണും. പറഞ്ഞു, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അമ്മാവൻ അല്പം കരുണ കാണിച്ചാൽ ഭാവനയുടെ കല്യാണം നമുക്ക് ഗംഭീരമായി നടത്താം. വിനു ഉദ്ദേശിക്കുന്നത്? വരൂ വരൂ. നാളെ എന്റെ മകളുടെ വിവാഹമാണ്. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയേക്കാം. വേണ്ട, ആ മംഗളകർമ്മത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പറയാനാ വന്നത്. നിൽക്കൂ. എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞാനൊരു അതിഥിയെ പോലെ കല്യാണ വീട്ടിലേക്ക് വരില്ല. ഭാവനെ, ഭാവനെ, മോൾ ഊണ് കഴിച്ചോ? ഇല്ല, വിളമ്പട്ടെ അച്ഛാ? എനിക്ക് വിശക്കുന്നില്ല. മോള് കഴിച്ചിട്ട് കിടന്നോ. കാണുന്നില്ലല്ലോ ഷിക്കാരി സാർ. ഇനി അരമണിക്കൂറേ ഉള്ളൂ. വരും, വരാതിരിക്കില്ല. ഹലോ ബൽറാം, നീ ഇതെവിടെ ആയിരുന്നറാ? 4-5 ദിവസമായി ഞാൻ ട്രൈ ചെയ്യുന്നു. നമ്മുടെ മറ്റേ കുരുവിക്കുട്ടിയില്ലേ, അവളെ ഞാൻ താലി കെട്ടുന്നു. ഭാര്യയാക്കാനാ?
മണ്ണാങ്കട്ടി വളച്ചിട്ട് ഒടിയുന്നില്ലടാ. 4 മണി കഴിഞ്ഞ് വിട്ടേക്കാം. വേണമെങ്കിൽ വന്ന് കൂട്ടിക്കൊണ്ട് വെക്കോ. ഓക്കെ. ഞാനൊരു പെഗ് എടുത്തോട്ടെ? മനസ്സിലായില്ല. പറയാം. പ്ലീസ് സിറ്റ് ഡൗൺ. ഞാൻ ഭാവനയുടെ ബ്രദറാണ്. ഏത് ഭാവന? കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേര് പോലും അറിയില്ല. ഈ സുന്ദരിക്കുട്ടിയുടെ ബ്രദറാണെന്ന്. ഒന്നുകൂടി വ്യക്തമായി പറയാം. നിങ്ങളെ വളർത്തി വലുതാക്കിയ ആ വലിയ മനുഷ്യനില്ലേ, ശിക്കാരി, അദ്ദേഹത്തിന്റെ മകൾ ഭാവന. ശിക്കാരിയുടെ മകൾ? അത് പറഞ്ഞൂടെ? പരസ്യമായി നിന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ശിക്കാരിയമ്മ അവനെ വിവരം രഹസ്യമായി വെച്ചിരിക്കുന്നത്. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ കൊച്ചനുജത്തിയെ നീ താലി കെട്ടുന്നത് എനിക്കിഷ്ടമല്ല. അത് പറയാനാണ്. താലി കെട്ടുന്നത് എനിക്കും ഇഷ്ടമല്ല. പിന്നെ ഒരു രസത്തിന് അല്ലേ? യെസ് യെസ് എക്സാക്ട്ലി. പട്ടാളക്കാരനെ തോക്ക് പിടിക്കാൻ പഠിപ്പിക്കുന്നു. മുഹൂർത്ത സമയത്തിന് താലി കെട്ടാൻ അവളുടെ പ്രിയപ്പെട്ടവൻ വരും. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു കമന്ററി പോലെ ഞാൻ പറഞ്ഞുതരാം. എവനെ വിടരുത്. ഞാനിപ്പോ വന്നേക്കാം. അതാ വന്നു കഴിഞ്ഞു. ശിക്കാരിയുടെ മകളാണെന്നുള്ള വിവരം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കല്യാണ സ്ഥലത്ത് വെച്ചറിയുമ്പോ കൂടുതൽ സന്തോഷമായിരിക്കും എന്ന് കരുതി, അതുകൊണ്ടാ. വെറും ഒരു കല്യാണത്തിന് ഈ നാട്ടുകാരെ മുഴുവൻ എന്തിനാണ് വിളിച്ചു കൂട്ടിയത്? എല്ലാരും വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെയാ. വന്നാട്ടെ.
അവളുടെ കഴുത്തിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടവനിപ്പോ താലി കെട്ടിക്കാണും. രംഗമോനെ, മോളെ കാണുന്നില്ല. അമ്പലത്തിൽ പോയെന്ന അച്ഛന്റെ മകളും കൂടെ മനഃപൂർവ്വം എന്നെ കൊലങ്ങളിപ്പിക്കാനോ അല്ലേ? തൊട്ടുപോകരുത്, മാറ. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. തെറ്റ് ചെയ്തവൻ ഞാനാ. രംഗമോനെ, എന്റെ കരണത്ത് പതിച്ചത് ഞാൻ തലോടി വളർത്തിയ കയ്യാ. സാരമില്ല. മോന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് സ്വന്തം മകളെപ്പോലും മറന്ന് ഞാൻ. നിന്നെ ആദ്യം ആഗ്രഹിച്ചത് ഞാനല്ലേ, പിന്നല്ലേ കാമുകൻ. നിർബന്ധമാണെങ്കിൽ ഒരു കാലം ഞാനും കെട്ടാം. എന്നെ അപമാനിച്ച നിന്റെ നാട്ടുകാരോട് എനിക്ക് പകരം വീട്ടണം. ഇറങ്ങി വരാനാണ് പറഞ്ഞത്. പേടിക്കണ്ട, ധൈര്യം വെക്കോളൂ. താനെന്തിനാ നോക്കിയിരിക്കുന്നേ? പൊയ്ക്കോ.
ഭാവന